ഓ അങ്ങനെ മമ്മി വരുന്നു. മമ്മി എന്താ അവിടെ നിൽക്കുന്നേ? കണ്ടിപ്പോഴാ കണ്ട, ലൈറ്റ് അടിച്ചപ്പോഴാ കണ്ട, അല്ലാതെ കാണത്തില്ല. ആ മമ്മി ഇവിടം വരെ വന്നിട്ട് മമ്മി തിരിച്ചു കയറിപ്പോയി. എന്തിനായിരുന്നു? ആര്? ഒരു ഷാള് മേടിക്കാനായിരുന്നു കേട്ടോ. ഓഹോ. അവര് 150 രൂപ അവര് പറഞ്ഞു, ഞങ്ങള് 120 പറഞ്ഞു. അപ്പൊ നോക്കിയപ്പോ നീളമില്ല. നിങ്ങൾ കൺവെൻഷൻ ആണോ വന്ന് അതോ ചുരിദാർ മേടിക്കാനാണോ? ചുരിദാറല്ല, ഷാള്. ഇങ്ങോട്ട് വന്നപ്പോ വഴിയിൽ ഇട്ട് വെക്കുന്നു. തിരിച്ചോ? ഓക്കെ. അയ്യോ, അപ്പൊ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മിയെ ഞാൻ രാവിലെ, മമ്മി ഞാനല്ല ജിബിനച്ചാച്ചനും എത്തി രാവിലെ ഇവിടെ കൊട്ടാരക്കര കൺവെൻഷനെ ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് പോയായിരുന്നു. അപ്പോൾ മമ്മിയുടെ കൺവെൻഷൻ പരിപാടി കഴിഞ്ഞു, റിന്യൂവൽ കോൺഫറൻസ്, മമ്മിയുടെ കൺവെൻഷൻ്റെ പരിപാടി കഴിഞ്ഞു. മമ്മിയെ പിക്ക് ചെയ്യാനായിട്ട് ഞാൻ കൊട്ടാരക്കരയ്ക്ക് വന്നേക്കുക. ആണോ മമ്മി? നാളെ മറ്റന്നാളും ഉണ്ടോ? ഓക്കെ. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിൽ പോവാം. പോകുന്നതിന് വഴിക്ക് നമുക്കൊന്ന് മൈലത്ത് നിർത്തിയിട്ട് വണ്ടി ഒന്ന് മമ്മിക്ക് കൈമാറണം. മമ്മി ഒന്ന് ഡ്രൈവിങ് പഠിക്കട്ടെ എന്ന് വെച്ച്. അപ്പോൾ മമ്മി കുറേ ഇച്ചിരി ഉഴപ്പുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇച്ചിരി ഒന്ന് പഠിപ്പിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല. അപ്പോൾ ഇതുവരെ എന്നുവെച്ചാൽ മൈലം വരെ ഞാൻ ഓടിക്കും, കാരണം ഹൈവേയിൽ മമ്മി ഓടിക്കാൻ ഇത്ര പരിചയമായിട്ടില്ല. അപ്പോൾ ഞാൻ മൈലത്ത് നിന്നിട്ട് വണ്ടി നേരെ മമ്മിക്ക് കൈമാറും, ഹാൻഡ് ഓവർ ചെയ്യും. പിന്നെ അവിടെ നിന്ന് വീട്ടിലോട്ട് മമ്മി ആയിരിക്കും ഓടിക്കുന്നത്. പിന്നെ ആരൊക്കെ ഉണ്ടായിരുന്നു മമ്മി ഇന്ന് കൺവെൻഷന്? തിരുമേനി ഉണ്ടായിരുന്നു. നമ്മള് ഓടനാവട്ടത്തെ എല്ലാവരെയും കണ്ടു. ഞാൻ ഉപ്പാപ്പന്റെ മക്കളെ. ആണോ? വിജയൻ ഉണ്ടായിരുന്നു? വിജു ഉണ്ടായിരുന്നു, വിജുവിന്റെ വൈഫ് ഉണ്ടായിരുന്നു, ഞങ്ങളുടെ മൂത്ത ഉപ്പാപ്പന്റെ മോന്റെ വൈഫ് ഉണ്ടായിരുന്നു, മരുമോൻ ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നില്ല, എല്ലാവരെയും കണ്ടു. പിന്നെ ഞങ്ങളുടെ പള്ളിയിലെ സെയ്യുവൻ ഇളമ്പല് ആൾക്കാരെ ഒരാളെ കണ്ടു. ഓക്കെ. ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് പോയി. അമ്മയ്ക്ക് ടി വി വെച്ച് കൊടുത്തായിരുന്നോ? കണ്ടായിരുന്നോ? ഇല്ല, ലൈവ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് ടി വി വെച്ച് കൊടുക്കാനാ ഞാൻ പറഞ്ഞു. ആരോട് പറഞ്ഞു? ഞാൻ നിന്നോട് വിളിച്ചില്ലായിരുന്നോ? എനിക്കൊന്നും കേൾക്കുന്നില്ലായിരുന്നു. മമ്മി എന്തോ പറഞ്ഞിട്ടോ കട്ടാക്കി. ഞാൻ കേട്ടത് പോലും ഇല്ല. വെച്ച് കൊടുക്കാനായിരുന്നു ടിവിയിലൊന്ന്. അങ്ങനെ ഞങ്ങൾ മുട്ടമ്പലമായി. അതിന്റെ സ്കൂളിൽ കാണിച്ചതാ. എന്നാലും ഒന്നുകൂടെ കാണിക്കാം. നമ്മൾ എത്ര തവണ പോയാലും നമ്മുടെ സ്കൂള് നമുക്ക് കാണുമ്പോൾ ഒരു പ്രത്യേക വികാരം. ഞാൻ എൻ്റെ 5 വർഷം ഞാൻ ഈ സ്കൂളിലായിരുന്നു കേട്ടോ. കാണിക്കാം. അതുകൊണ്ട് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയാം, അതിലിരിക്കുന്നതുകൊണ്ട് കാണത്തില്ല. തൊണ്ടിത്തായിരുന്നു ഞാൻ പഠിച്ച എൻ്റെ സ്കൂൾ, MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ. അങ്ങനെ നമ്മൾ മൈലാവാറായി. മമ്മിക്ക് എന്തോ മമ്മി ഒരു ടെൻഷൻ, കരയുന്നു മമ്മി. ചോറൊക്കെ തിന്നിട്ട് വന്നേ ഇല്ലയോ? ചോറ് കഴിച്ചോ? അപ്പൊ മമ്മിയെ വെയിറ്റ് ചെയ്തിരുന്ന് ഞാൻ കഴിക്കാതിരുന്ന ഞാൻ ആരായി? കഴിച്ചില്ലായിരുന്നോ? ഇല്ല. 100 രൂപ കൊടുത്ത് രജിസ്ട്രേഷൻ ചെയ്യണം. അന്നേരം ഒരു പേനയും കിട്ടും, ഒരു ബുക്കും കിട്ടും. അതിനകത്ത് നമുക്ക് എഴുതാം പറയുന്ന പോയിന്റൊക്കെ. ഓക്കെ. എനിക്ക് വണ്ടി ഒതുക്കട്ടെ. ഇനി മമ്മിയുടെ കലാവിരുദ്ധകളൊക്കെ എനിക്ക് അങ്ങോട്ട് ശക്തി തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എടുക്കും. പിന്നെ അല്ല, മാസ് ഡയലോഗൊക്കെ കേട്ടോ. വിശ്വാസത്തോടുകൂടി എടുക്കണം. പിന്നല്ല അതങ്ങനെ ഉള്ളൂ, അത്രേ ഉള്ളൂ. വണ്ടി കൈമാറട്ടെ ഈശ്വര. ഇനി ചെയ്യേ എന്തുവാന്ന് വെച്ചാ സ്റ്റാർട്ടാക്കിയിട്ട് ഡ്രൈവിംഗ് മോഡ് ഇട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് മിടുക്കി. നെക്സ്റ്റ് എന്നിട്ട് പിന്നെ ഇൻഡിക്കേറ്റർ ഇടാ. ബാക്കിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ? ഇല്ല. ഉറപ്പാന്നോ? എനിക്ക് കാണുന്നില്ല, അതുകൊണ്ട് എന്നെ എടുത്തോ. പിന്നെ അതെന്തു മമ്മി പോയത്? ഇപ്പൊ എന്തുവാ വണ്ടി ഇല്ലയോ? ഇപ്പൊ അങ്ങോട്ട് പോയത് വണ്ടിയാ. പക്ഷെ എന്റെ ദൈവമേ, കുഴപ്പമില്ല, പോട്ടെ. സ്പീഡ് കൂടുന്നു, വല്ലാണ്ട് സ്പീഡ് കൂടുന്നു. കഴിഞ്ഞു പോകാന്ന് വെച്ചാൽ 25-ൽ പോയാൽ മതി. 25-30 ഈ കൂടുതൽ എന്തായാലും പോകണ്ട. ഏറ്റമാണ്, വളവാണ്. പറഞ്ഞു കൊടുക്കണം. ഏറ്റവും വളവാന്ന് പറഞ്ഞാൽ ഓണടിക്കും. ഈ വരയ്ക്കപ്പുറം നിൽക്കട്ടെ വണ്ടി. അയ്യോ അങ്ങനെ വെട്ടിക്കല്ലേ. അല്ല ഇപ്പൊ ചേച്ചി ഈ ബോണറ്റിനെ വണ്ടിയായിരിക്കും. പോട്ടെ.
ഇച്ചിരി ഒന്ന് മാറ്റുക. കുറെ ഒരു ബൈക്ക് വരുന്നുണ്ട്, അവൻ കയറി പൊക്കോളും. ഒരു ചപ്പാത്തുണ്ട് ഫ്രണ്ടില്, പതുക്കെ ഇച്ചിരി പതുക്കെ. ആ ഓക്കെ. ഇന്നലെ 2 ദിവസം മുന്നേ ഉണ്ടല്ലോ, 2 ദിവസം മുമ്പ് ഉണ്ടല്ലോ. 2 ദിവസം മുന്നേ ജിബിനായിരുന്നു എന്നെ പഠിപ്പിക്കാൻ വന്നത്. ജിബിനോ? അവൻ എന്നെ നുള്ളിപ്പറിച്ച്. ജിബിൻ നുള്ളിപ്പറിച്ചു. അത് കഴിഞ്ഞിട്ട് അക്കു വന്നു. അക്കു ഭയങ്കര ദേഷ്യത്തോടായിരുന്നു അന്ന് എനിക്ക് പറഞ്ഞു തന്നത്. വഴക്ക് പിന്നെ തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ വഴക്ക് പറയണ്ടേ? പഠിപ്പിക്കുമ്പോ അതിന്റെ ഓപ്പോസിറ്റാ കാണിക്കുന്നത്. പിന്നെ കരഞ്ഞ് പറഞ്ഞു തരുമ്പോ കരയുവാണോ ചെയ്യണ്ടേ? അത് മനസ്സിലാക്കി ചെയ്യണ്ടേ? അറിയാവുന്ന ഞാൻ എപ്പോഴാ അമ്മ പിച്ചേ? അമ്മ തൊട്ടത് പോലും ഇല്ല. അത് പിന്നെ മമ്മി ഞങ്ങള് പണ്ട് പഠിക്കാത്ത മമ്മി നുള്ളത്തില്ലായിരുന്നു. പഠിക്കാൻ വേണ്ടി നുള്ളും പിച്ചും അങ്ങനെ. അത് അതിന്റെ രീതികൾ അങ്ങനെ. പണ്ട് ഈ മമ്മിയും പപ്പയും കൂടെ ചേർന്ന് ഞങ്ങളെ എന്തോരം പിച്ച് പറിച്ചിട്ടുണ്ട്. അത് തന്നെ ഞങ്ങളും ചെയ്യുന്നേ. മമ്മിയെ പിച്ചിയാലേ നുള്ളിയാലേ മമ്മി നന്നാവത്തുള്ളൂ പറയുന്ന വണ്ടി. പോയി. ചേടാ നിങ്ങൾ ചെയ്യുമ്പോ ആഹാ, നമ്മള് ചെയ്യുമ്പോ ഓഹോയോ, എന്തു അതങ്ങനെ. ഇതുവരെ എന്തായാലും ഓക്കെയാ. വളവാ ഓക്കെ, ഹോൺ അടിച്ചു, വെരി ഗുഡ്. വണ്ടി കുറച്ചും കൂടെ ലെഫ്റ്റിലോട്ട് ചേർത്തേ, ഇത്രയും കയറി പോണ്ട. ബസ് ഈ ലെവലിൽ നിൽക്കട്ടെ വണ്ടി. നടക്കത്തെ ഡിവൈഡറിനപ്പുറം മമ്മിയുടെ വണ്ടി പോയേക്കല്ല്. ഇതിൻ്റെ ഇടയിൽ നിന്നോണം വണ്ടി. പോട്ടെ, ഫ്രണ്ടിലൊരു ബൈക്കാരൻ ഒതുക്കി നിർത്തിയിട്ടുണ്ട്. ഓപ്പോസിറ്റ് വണ്ടി വരുന്നു ഇച്ചിരി. ഓക്കെ വേണ്ട. അപ്പോൾ ഒത്തിരി അങ്ങോട്ട് കയറിപ്പോയി, കുറച്ച് ഇങ്ങോട്ടേക്ക്. യെസ്. ഇതിനി വരാൻ പോകുന്ന ഒരു ഡേഞ്ചർ പിടിച്ച വളവാണ്. ഓക്കെ, ഒരുപാട് ആക്സിഡൻറ്റ്സ് നടന്നിട്ടുള്ള ഒരു ഭയങ്കര ഡേഞ്ചർ വളവാണ് ഇത്. സൂക്ഷിച്ചും കണ്ടും തിരിക്കുക. ഓക്കെ. മിടുക്കി. പിച്ചേനല്ല വഴക്കിട്ടതിനും പ്രയോജനം ഇപ്പം ചെറുതായിട്ട് ഇപ്പൊ കാണുന്നുണ്ട്. എനിക്കറിയേണ്ട മമ്മി കോളും മുക്കിൽ ആ തിരിപ്പ് എങ്ങനെ തിരിക്കുന്നു. തിരിക്കണം, ഇല്ലെങ്കിൽ അന്ന് ആ പിച്ചിന്റെ ബാക്കി ഇന്ന് കിട്ടും. ഞാൻ ഇന്നേരം മമ്മിയെ പിച്ചിട്ടില്ല, പക്ഷെ ഇന്ന് ഞാൻ മമ്മിയെ പിച്ചു. എന്താ പറയാ ഗൈസ്, നമ്മൾ പഠിപ്പിച്ചാൽ പിച്ച് പറിച്ച് വഴക്കിട്ട് പഠിപ്പിച്ചാലേ മമ്മിക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ അല്ലാതെ മര്യാദയ്ക്ക് സമാധാനത്തോടെ സ്നേഹത്തോടെ പഠിപ്പിച്ചാൽ മമ്മി ചിരിച്ചിട്ട് അതങ്ങ് മറക്കും. എന്താ ചെയ്യുക? ഇപ്പം നമുക്ക് നോക്കാം മമ്മിയുടെ എങ്ങനെയാ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പോകുന്നത്. മമ്മി ഒറ്റയ്ക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ മാത്രം ആയോ എന്നും കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. കുറേ പഠിക്കാനുണ്ട്. ഇപ്പൊ സ്റ്റിയറിംഗ് ബാലൻസ് എങ്ങനെ മമ്മിക്ക് ഓക്കെ ആണോ ഇപ്പം? പാനിക്കാവല്ലേ? അത് പാനിക്കാവല്ലേ? ഓപ്പോസിറ്റ് പല വണ്ടികളും വരും, നമ്മളത് മൈൻഡേ ചെയ്യാൻ പോകും. നമ്മൾ അതിനനുസരിച്ച് ക്വിക്കായിട്ട് ഡിസിഷൻ എടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പം ചെയ്യുക. ആ സമയത്ത് പാനിക്കായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വണ്ടി തട്ടും. പക്ഷേ ഇറക്കമാണ്, അപ്പം അതിനനുസരിച്ച് ഇറക്കിയാൽ മതി. അധികം സ്പീഡ് വേണ്ട, ഒന്നൊത്തിരി സ്പീഡ് കുറയ്ക്കുകയും വേണ്ട. ഇതുവരെ എല്ലാം കറക്റ്റ്, പെർഫെക്റ്റ്. ഓടിക്ക അങ്ങോട്ട്. ഇത് ഇത്രയും സ്പേസ് എന്തിനാ വിട്ടേ ഇവിടെ? പിന്നെ അങ്ങനെ തിരിക്കുമ്പോൾ ഒങ്ങനെ കറക്കി എടുക്കല്ല. അപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാരന് നമ്മുടെ വണ്ടി വന്ന് തട്ടും. ഞാൻ എപ്പോഴും പറഞ്ഞു ഈ അപ്പുറത്തോട്ട് പോകരുത്. ഈ വരക്കിപ്പുറം മാത്രം നിൽക്കാവൂ വണ്ടി. ഇതൊക്കെ പഠിപ്പിക്കണ ഈ ആശാന്മാരുടെ കയ്യിലോട്ട് കൊടുക്കണം. ഇച്ചിരി വഴക്കും ഇച്ചിരി തെറിവിളിയൊക്കെ കേട്ടാലേ ഡ്രൈവിങ് പഠിക്കത്തുള്ളൂ. എന്നിട്ടും പഠിച്ചില്ലല്ലോ. ആശാൻ ഡ്രൈവിംഗ് ലൈസൻസ് വരെ നല്ലോണം പഠിപ്പിച്ചു. അതിനുശേഷം മമ്മിക്ക് പിന്നെ ഇപ്പൊ ഇച്ചിരി മെച്ചമായി കേട്ടോ. കീപ് ഇറ്റ് അപ്പ്. ശരിയാ, വീടെത്തട്ടെ എന്നിട്ട് പറയാം കീപ് ഇറ്റ് അപ്പ് ആണോ അതോ അതുകൊണ്ട് കേട്ടോ. എങ്ങോട്ടാ കയറിപ്പോയ? ഇങ്ങനത്തെ പ്രത്യേക സാഹചര്യങ്ങളിൽ ഇച്ചിരി വണ്ടി അപ്പുറത്തോട്ട് പോയാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒത്തിരി പോകരുത്. അതും മമ്മി അപ്പുറത്തോട്ട് കയറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ലൈനിൽ കൂടെ വേറെ വണ്ടികൾ വരുന്നുണ്ടോ എന്നും കൂടെ. കാരണം ഫസ്റ്റ് പ്രയോറിറ്റി അവർക്കാ. ഫസ്റ്റ് പ്രയോറിറ്റി വേണ്ട ഇല്ലടാന്ന് പറഞ്ഞിട്ട് മമ്മി പിന്നെ അങ്ങോട്ട് കയറ്റി. കുറെ ഓട്ടോ വരുന്നുണ്ട്. ഓപ്പോസിറ്റ് ലൈനിൽ വരുന്നവർക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അവർ പോയതിന് ശേഷം അമ്മയ്ക്ക് വേണമെങ്കിൽ അവരുടെ ലൈനിൽ കയറി വണ്ടി എടുക്കാം. നല്ല രസ് വളവാ. നോക്കട്ടെ മമ്മി എങ്ങനെ തിരിക്കാൻ പോകും. പോട്ടെ, ഇവിടം വരെ എല്ലാം ഓക്കെ. ബ്രേക്ക് പിടി.
പെട്ടെന്നൊന്നും ബ്രേക്ക് ഇടാണ്ട് വേണ്ട. എങ്ങോട്ടാ കയറി പോയത് കണ്ടോ? ഇത്രയും സ്പേസ് കാലി കണ്ടോ? അവിടെ ആ പ്രശ്നം വരുന്നത്. പിന്നെ അമ്മ അങ്ങോട്ട് കയറി പോവാം. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി താമരക്കുടി വരെ എത്തി. അപ്പോൾ ബ്രേക്ക് ഔട്ടാ. അപ്പം ഇങ്ങനെ സിറ്റുവേഷൻ വന്നില്ലേ, അമ്മ അങ്ങോട്ട് കയറ്റിയായിരുന്നു ഈ വണ്ടി തട്ടിയാന്. പിന്നെ ഈ വണ്ടി ഓപ്പോസിറ്റ് ലൈന് പെട്ടെന്ന് എടുക്ക്. ഇത്രയും കയറ്റണ്ട. ബസ് കറക്റ്റ്. ഇതാണ് കറക്റ്റ്. ഓപ്പോസിറ്റ് വണ്ടി വരുന്നത് ദൂരെയാണോ എന്നും കൂടെ നോക്കുക. ദൂരെയാണെങ്കിൽ നമുക്ക് ആ സമയം കൊണ്ട് വണ്ടി എടുത്തോണ്ട് പോകാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും അമ്മ വണ്ടി കയറ്റുക. ഇതുവരെ എല്ലാം പെർഫെക്റ്റ്. ഓക്കെ. ഇത് നല്ല വളവും തിരിവുള്ള സ്ഥലമാണ്. അതിനനുസരിച്ച് അമ്മയുടെ യുക്തിപൂർവ്വം, ഞാൻ ഒന്നും പറയത്തില്ല, അമ്മയുടെ യുക്തിപൂർവ്വം അമ്മി ഓടിച്ചോണ്ട് പോവുക. ഉണ്ടോ? എങ്ങോട്ടാ കയറി പോന്നേ? ഇങ്ങോട്ടാക്ക്. ഞാൻ പറഞ്ഞു അപ്പുറത്തെ വരിയിലോട്ട് കയറിപ്പോയല്ലോ. ഇതിപ്പോൾ നിലവിൽ വണ്ടി ഇല്ലാത്തതുകൊണ്ട് സേഫാ. പക്ഷെ ഒന്നാലോചിച്ച് നോക്കുക, ഓപ്പോസിറ്റ് വല്ല വണ്ടി വരിക, അപ്പം എന്ത് ചെയ്തേനോ അമ്മി? ബ്രേക്ക് പതുക്കെ. പോട്ടെ. ഓട്ടോ വരുന്നുണ്ട്, അത് ഇത്തിരി അങ്ങോട്ട് കയറ്റണ്ട. അത് പോട്ടെ. ഓക്കെ. ഇത് വണ്ടിക്ക് എല്ലാം ഒട്ടിച്ചുകൊണ്ട് എല്ലാവർക്കും അറിയാം വണ്ടി പഠിക്കുമെന്ന്, അതുകൊണ്ട് കുഴപ്പമില്ല. അവരതിനനുസരിച്ച് ഒതുക്കി എടുത്തുകൊണ്ട് പോകും. ഓക്കെ, ഇവിടം വരെ എല്ലാം ഓക്കെ. ഇനി അടുത്ത ജംഗ്ഷനിലാണ് നമുക്ക് ഒരു കടമ്പ ഇരിക്കുന്നത്. അത് മമ്മി എങ്ങനെ ചെയ്യും എനിക്കൊന്ന് കാണാം. പേടിപ്പിക്കത്തില്ല, ഞാൻ പേടിപ്പിച്ചതല്ല, ഞാൻ പറഞ്ഞ മമ്മിക്കൊരു അയ്യോ സോപ്പിട്ടങ്ങ് പതപ്പിക്കുവാന്നേ. അങ്ങനെ ഒന്നുമില്ല. ഇപ്പഴെന്തിനാ ഇൻഡിക്കേറ്റർ ഇട്ടെ? അവിടെ ബെസ്റ്റ്. അവിടെ ചെന്നിട്ട് ഇൻഡിക്കേറ്റർ ഇട്ടാൽ മതിയോ? ഇവിടെ എത്തുമ്പോ ഇൻഡിക്കേറ്റർ ഇട്ടാൽ മതി. അല്ലാതെ കഴിഞ്ഞ ജംഗ്ഷനിൽ നിന്ന് ഇൻഡിക്കേറ്റർ. ഓക്കെ, ഇവിടെ പതുക്കെ സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് ബാക്കിലോട്ടൊക്കെ നോക്കണം. അമ്മയാ കയറ്റാൻ പോകുന്ന കണ്ടോ? ആരും വരുന്നില്ല. അതുകൊണ്ട് അതെന്തോ അപ്പൊ ഇതൊക്കെ നല്ലതാ. ആരും വരുന്നില്ല എന്ന് പറഞ്ഞപ്പോ കയറ്റിയാണ് നീ ആ കാറുകാരനെ തട്ടിയാണ്. വേണ്ട ഓടിക്കേ. അത് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഓടിക്കേ, ഫുൾ ഓടിക്കേ. ആക്സിലേറ്റർ ഓട്. പതുക്കെ. അതുകൊണ്ട് ഒരു കാറ് പോകുന്നുണ്ട്. കാറ് പോയിട്ട് കാറ് പോട്ടെ. കാറ് എടുത്തോ. ഓടിച്ചോ. പോട്ടെ. കാലോട്, ഇച്ചിരി കാലോട്. മതി. ഇനി ഹാൻഡ് സ്റ്റിയറിംഗ് നേരെയാക്ക്. ഓക്കെ, അങ്ങോട്ടല്ല, സ്റ്റിയറിംഗ് നേരെ അങ്ങോട്ടാക്കിയിട്ട് നേരെയാക്കി മതി. പോട്ടെ, കുറച്ചും കൂടെ പോട്ടെ. ഇനി നേരെയാക്കാം. ഓക്കെ. ഏകദേശം കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ഒരു ഇച്ചിരി ബെറ്റർ ആയിട്ടുണ്ട്. ഞങ്ങൾ ഇതിനു മുമ്പേ ഒന്ന് മൈലത്തുനിന്ന് ഇവിടം വരെ വന്നായിരുന്നു. അന്ന് മമ്മി ഇവിടെ കുളമാക്കിയായിരുന്നു. പക്ഷെ ഇന്ന് വലിയ തരക്കേടില്ലായിരുന്നു. പക്ഷെ മമ്മി ഒരു കാര്യമുണ്ട്, മമ്മി ഇപ്പുറത്ത് വരുന്ന റോഡ് നോക്കാതെ മമ്മി പറയാം വണ്ടി വരുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് തിരിക്കാ. അന്നേരം ഉണ്ടായിരുന്നു. ഇതൊക്കെ ബ്രേക്ക് ചവിട്ടി എടുക്കേണ്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ. ആ വണ്ടി അപ്പോഴേ ഇറങ്ങി വരുന്നുണ്ട്. ഇവിടെ ആയായിരുന്നു. അപ്പൊ മമ്മി പറഞ്ഞു വണ്ടിയൊന്നും ഇല്ല. ബസ് അല്ല ഞാൻ പറഞ്ഞത് മേളിൽ നിന്ന് വന്ന കാറ്, ഈ റോഡിൽ നിന്ന് വന്ന കാറ്. നമ്മൾ ബാക്ക് മാത്രം നോക്കിയാൽ പോരാ, ഫ്രണ്ട് നോക്കണം, ബാക്ക് നോക്കണം. അവിടെ നിന്ന് വരുന്ന ആ റോഡിലോട്ട് കയറി പോകാന്നെങ്കിൽ ആ റോഡിലോട്ടും നോക്കണം, വേറെ വണ്ടികൾ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇനിയിപ്പോൾ വലിയ പാടില്ല, ഇപ്പൊ സിമ്പിളാ. ഇപ്പൊ നേരെ വീട്ടിലോട്ടാ. ഒതുക്ക്. ലെഫ്റ്റിലോട്ടപ്പോ കയറ്റുന്നത്. ഇൻഡിക്കേറ്റർ ഇടാൻ നേരത്ത് കൈക്ക് സ്റ്റെബിലിറ്റി വേണം. ഒരു കൈ വിടുമ്പോൾ മറ്റേ കയ്യിൽ ബലം വേണം, മറ്റേ സ്റ്റിയറിംഗ് പിടിക്കാനായിട്ട്. വണ്ടി ഒന്നും ഇല്ലല്ലോ അല്ലേ? ഏറ്റെന്ന കാലോട് ഒടിച്ച് നേരെയാക്ക്. ബസ് കറക്റ്റ്. ഇനി ഇത് നേരെയാക്ക, സ്റ്റിയറിംഗ് നേരെയാക്ക്. അങ്ങനല്ല, ഇതാണ് നേരെ. കഴിഞ്ഞു. ഇനി എന്താ ചെയ്യണ്ടേ? വണ്ടി ഓഫ് ആക്കുവാണോ ചെയ്യണ്ടേ? എന്നിട്ട് ഇത് ഹാൻഡ് ബ്രേക്ക് ഇടണം. ഓഫ് ആക്കണം. ഓക്കെ. മമ്മി കയറുന്നതിന് മുമ്പ് മിറർ അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു? ഇല്ല. അതുകൊണ്ടാണ് മമ്മിക്ക് വണ്ടി കാണാൻ. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മമ്മി കയറുന്നതിന് മുമ്പ് ഈ മിററും ആ മിററും പിന്നെ ഈ മിററും അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ മമ്മി എങ്ങനെ കാണും ബാക്കൊക്കെ? അവിടെ കാണായിരുന്നു, പക്ഷെ ഇവിടെ കാണാൻ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആകുമ്പോൾ അത് കണ്ടോ, അതിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യണം. അത് ഇറങ്ങി ഞാൻ വണ്ടി ഒതുക്കാം, വണ്ടി താഴോട്ട് ഇറക്കാം. അയ്യോ, അങ്ങനെ
മമ്മി അത്യാവശ്യം നല്ലോണം ഓടിച്ചു കേട്ടോ. ഞാൻ പിന്നെ മമ്മി ഇങ്ങനെ പാനിക് ആക്കാൻ വേണ്ടി ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയാം. കാരണം മമ്മി ആ സിറ്റുവേഷനിലൂടെ കടന്നു പോകണം. ചുറ്റും കുറേ പേര് ഇങ്ങനെ കാണും, നമ്മൾ അത് ഇത് തിരിക്ക് ബ്രേക്ക് ചവിട്ട് എന്നൊക്കെ പറയാനായിട്ട്. പക്ഷെ അത് കേൾക്കുമ്പോൾ ചിലവർ ഭയങ്കരമായിട്ട് അങ്ങ് പാനിക്കായിട്ട് മണ്ടത്തരങ്ങൾ കാണിക്കും. അപ്പോൾ ആ ഒരവസ്ഥയിൽ നിന്ന് മമ്മി പോകരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മമ്മി പഠിച്ചെങ്ങനെയാണോ അതുപോലെ ഓടിക്കുക. കാരണം പലരും ഓടിക്കുന്ന രീതി ഡിഫറെൻ്റാണ്. അപ്പോൾ ഒരാൾ ഇപ്പം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ, പിവിലിനായിട്ടിരിക്കുന്ന ആൾ ഓടിക്കുന്ന രീതി വേറെ ആയിരിക്കും. അപ്പോൾ അയാളുടെ രീതിക്ക് നമുക്ക് ഓടിക്കാൻ പറ്റത്തില്ല, നമുക്ക് നമ്മുടെ രീതിക്ക് ഓടിക്കാം. അപ്പോൾ അയാൾ കൂടെയുള്ള ആൾ എപ്പോഴും കണകുണ ഞാൻ പറഞ്ഞ പോലെ കണകുണ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളത് മൈൻഡാക്കാതിരിക്കുക, നമ്മുടെ കാര്യങ്ങൾ നോക്കി വണ്ടി ഓടിച്ചുകൊണ്ട് പോവുക. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ മമ്മിക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 2-3 ദിവസമായിട്ട് മമ്മിയെ ശരിക്കും കേൾപ്പിക്കുന്നുണ്ട്. കേൾപ്പിക്കുന്ന വെച്ചാൽ വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയമൊക്കെ മമ്മി നല്ലോണം അങ്ങ് വരണ്ടു പോവാന്നേ. പക്ഷെ ഇന്ന് മമ്മി അത്യാവശ്യം നല്ലോണം മമ്മി കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തു. അപ്പോൾ ഇതൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഇനിയിപ്പം ഞാൻ ഒന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മയങ്ങിയിട്ട് എണ്ണിച്ചിട്ട് അടുത്ത പണിക്ക് കയറണം. രാവിലെ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ ഒന്ന് ഒതുക്കി വെച്ചാൽ ഞാൻ മമ്മിയെ വിളിക്കാൻ പോയി. അത് കഴിഞ്ഞു. ഇനിയിപ്പം വൈകിട്ട് ഒരു 4:30 ആകുമ്പോൾ പിന്നെ ജോലിക്കിരിക്കും. ഇപ്പം ഞങ്ങളുടെ സ്ഥിരം സംഭവം, പ്രത്യേകിച്ച് ഈ മൺഡേ ടു ഫ്രൈഡേ ഞങ്ങൾക്ക് നല്ല പണിയുണ്ട്. സാറ്റർഡേ സൺഡേ ഓഫ് കിട്ടുന്ന അപ്പോൾ ആ ടൈം ഭയങ്കര സന്തോഷം. ആ സമയം ഞങ്ങൾ ഭയങ്കരമായിട്ടും റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ടൈം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിനി എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ.